Why are you doing this? എന്താ ദില്ലു ഇത് ഇങ്ങനെ എന്നെ പറ്റിക്കുന്ന എപ്പോഴും? എന്തായി ആന മറ്റേ കരിമ്പിൻ തോട്ടത്തിൽ കയറുമല്ലോ ആയ എന്താ ഇത്ര സന്തോഷം ഷോപ്പിങ്ങില്? ഇത്ര വർഷമായി ചെയ്യുന്നു പ്രിയ, ഒരേ കാര്യമല്ലേ? എന്റെ സിറ്റുവേഷൻ അറിയണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം കേട്ടാ. ഒരു സൈഡിലിതേ, രണ്ടാമത്തെ സൈഡിലിതേ. Hi, hello, good morning once again everyone. A very good morning. Last leg of our journey ആണ്. ലാസ്റ്റ് leg എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റത്തെ യാത്രയാണ്, ലുധിയാനയിലേക്കാണ്. കാരണം അവിടെയും ചിലപ്പോൾ എക്സിബിഷൻ എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവിടെ പോവാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചന്ദ്ഗറിയിൽ നിന്ന് എയർപോർട്ടിൽ പോയിട്ട് നേരെ പോകുന്നതായിരിക്കും. അപ്പോൾ ലുധിയാന പ്രിയ 4 ദിവസം ലക്ഷറി സ്റ്റേ ഒക്കെ എൻജോയ് ചെയ്തു. ലുധിയാന കുറച്ച് അത്രയും ഡെവലപ്ഡ് ഒന്നും അല്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ 2 ദിവസം ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രിയയുടെ ചിലപ്പോൾ റൂം ടൂർ ഒന്നും അത്രയൊന്നും കാണില്ല. കാരണം അത്രയും വലിയ ഹോട്ടലൊന്നും അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം അവൈലബിൾ അല്ല ലുധിയാനയിൽ. അങ്ങനെയാണ് ഞാൻ പ്രിയനോട് പറഞ്ഞത്. കാരണം ലുധിയാനയിൽ അങ്ങനെ വലിയ ഹോട്ടൽസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. ഇത് ലഞ്ചിന് നിർത്തുന്നില്ല. 1 മണി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ആമസോണിൽ നിന്ന് ഒരു കൊറിയർ ഇവിടെ വരാനുണ്ടായിരുന്നു. അത് വന്നില്ല. ഇന്ന് ഡെലിവറി എന്ന് പറഞ്ഞു, അതും നടന്നില്ല. പക്ഷേ ലെമൺ ട്രീയിലെ സ്റ്റാഫ് പറഞ്ഞാൽ ഭയങ്കര നല്ല ആൾക്കാരാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ അയച്ചു തന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഒരു സമാധാനം. അപ്പോൾ പ്രിയ ലാസ്റ്റ് ജേർണി ഓഫ് അവർ ലോങ് ട്രിപ്പ് പോവാലോ. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോണോ? ഇവിടെ ഒരാൾ കാലിയാട്ടോ ഈ സീറ്റ്. വിഷമം ഡാഡി ഇല്ലാത്തതുകൊണ്ട്. കുഴപ്പമില്ല, നമുക്ക് കാണാൻ പോയി 2 ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോയി കാണാമല്ലോ. അപ്പൊ വിടാലോ. പ്രിയ, ഇവിടെ ഡീസൽ അടിക്കാൻ കയറിയതാ. 2000 രൂപയ്ക്ക് അടിച്ചപ്പോ ഒരു സാനിറ്റൈസർ ഫ്രീ, വലിയ കുപ്പി. അല്ല, ഇതൊക്കെയാണ് ഇനിഷ്യേറ്റീവ്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അടിപൊളിയാണ്. പ്രിയ, ശരിക്കും പഞ്ചാബില് സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഇപ്പൊ അവിടെ പോകുന്നത്. അമൃത്സർ ടു ലുധിയാന ഒരു മെയിൻ റോഡാണ്. നല്ല ഉഗ്രൻ റോഡ്സ്. അതല്ലാതെ കണ്ട ഫുൾ ഫീൽഡ്. നമ്മളെ എന്റെ ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് എനിക്കൊന്ന് പഞ്ചാബ് തന്നെയാണ്. ആൾക്കാരെ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ഇവിടുന്ന് വരുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടിന്നാണ്. ഇറ്റ്സ് എ പ്രിവിലേജ് ടു ബി ഇൻ പഞ്ചാബ്. മോളൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത്. ഹാപ്പി ആണല്ലോ. ഒരു മോള് കണ്ടപ്പോ സന്തോഷമായി. ഇത്രേ നേരം ഗ്രാമമായിരുന്നു, ഒന്നുമില്ലായിരുന്നു അല്ലേ? വെറുതെ ഫുൾ എന്തായിരുന്നു, ഫീൽഡ് ആയിരുന്നു. ഇപ്പോഴാണൊന്ന് ബിൽഡിംഗ് കണ്ടത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഓയോന്റെ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. പക്ഷെ ഇത് ഓയോന്റെ ഏറ്റവും വലിയ ഹോട്ടലാണെന്നാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോ അറിഞ്ഞത്. ഇത് ഇവിടെ വലിയ മോളാണല്ലോ പ്രിയ. എന്തായാലും നമ്മളിന്ന് ഇവിടെ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. മോളിലെങ്കിലും പോയേ പറ്റും അല്ലേ? അതെ, ഒന്ന് വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ കണ്ടോണ്ടെങ്കിലും നടക്കാലോ. വേറെ മൂടയൊക്കെ ഉണ്ടോ? വെൽക്കം ടു വാട്ട്? Why are you doing this? എന്താ ദില്ലു ഇത് ഇങ്ങനെ എന്നെ പറ്റിക്കുന്ന എപ്പോഴും? ഇനി ഞാൻ ദില്ലു പറയണ ഒന്നും വിശ്വസിക്കൂല കേട്ടാ. ഇത്രയും തവണ ഞാൻ പറഞ്ഞിട്ട് പ്രിയക്ക് പറ്റുന്നില്ല. വെൽക്കം ടു മാത്രമേ ഞാൻ കണ്ടു. ഞാൻ സൈഡിൽ തിരിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. വെൽക്കം ടു ഹയാത്ത്. What? വീണ്ടും പ്രിയ സർപ്രൈസ് ആയി, ഷോക്കായി. ചിരിക്കാൻ അല്ല, ചിരി നിർത്താൻ വയ്യ. അതാ മാറണോ? ഓയോയിലേക്ക് മാറണോ? അപ്പൊ നമ്മള് ഹയാത്ത് റീഗൻസിയിലാണ്. വി റീച്ച് ഹയാത്ത് റീഗൻസി ആൻഡ് ഹൗ ഇസ് ഇറ്റ് പ്രിയ? ഹയാത്ത് ഇസ് ഹാപ്പിനെസ് അല്ലേ ഫോർ us? Hayat is like Taravadu. Wherever Hayat is there, we try to stay there. We feel happy. Very happy. Just see the lobby. Give a lobby tour. Why are you so stunned? It's so silent. ഇപ്പോഴും ഞാൻ ഓയോയില് സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ്. Again, high ceilings, beautiful roofing. പിന്നെ മുകളിലേക്ക് എന്താവോ? I think it's a restaurant or something. ഇത് നോക്കി. വേദുനെ കേട്ടോ കേട്ടോ. വേദു അവിടെ കിടന്ന് ചാടും. lamp shades. അപ്പൊ ഇന്ന് ഔട്ടിങ് വേണോ അതോ റൂം മതിയോ?
തൊട്ടടുത്ത് മോളും. റൂം നോക്കിട്ട് പറയാം, റൂമിൽ എൻജോയ് ചെയ്യണോ അതോ മോളിൽ ഓടിയാൽ മതി? ഇവിടുന്ന് നടക്കാനുള്ള ദൂരം കൂടി ഇല്ലോ, ജസ്റ്റ് ഇങ്ങനെ 2 സ്റ്റെപ്പ് ഞാൻ മോളിലെത്തി. ലുധിയാനയിലും ഹയാത്ത് ഉണ്ട് പ്രിയ. അതല്ലേ എനിക്ക് ഷോക്ക്. ഇത്രയും നേരം ഞാൻ ഫീൽഡ് കണ്ടു. ലുധിയാന ഇസ് എ വെരി ഡെവലപ്ഡ് സിറ്റി. ഞാൻ വെറുതെ പറഞ്ഞതാ, ഗ്രാമമാണ്, മറ്റേ എന്റെ കൃഷിക്കാരുടെ സ്ഥലമാണൊക്കെ. ഞാൻ വിചാരിച്ചു അവിടെ ഇങ്ങനെ ഹോട്ടൽ കാണുന്നവരെ ഞാൻ വിചാരിച്ചു. ഇപ്പോഴാ ഹയാത്ത്. ലുക്ക് അറ്റ് ദ ഷാൻഡലിയർ ആൻഡ് അവിടുത്തെ ഡെക്കറേഷൻ ഒക്കെ. നൈസ് നോ? ഓൾസോ ആൻഡ് ഈവൻ ദിസ് ഇസ് വെരി നൈസ്. അപ്പോൾ പോവാലോ. അത് ഹയാത്തിന് എപ്പോഴും അങ്ങനെയാണല്ലോ. ഫുഡിന്റെ അല്ല കേട്ടോ, നല്ല ലെമൺ ഗ്രാസിന്റെ ഒക്കെ മണമാണ്. സോ വിൽ ഗോ ടു ദ റൂം. പ്രിയ എല്ലായിടത്തും നോക്കാറില്ലേ? മുകളിലേക്ക് നോക്കിയേ. ഏത് മുകളിൽ നോക്കണോ? ഏത് എവിടെ കണ്ടു നമ്മൾ സീലിംഗിൽ? എവിടെ കണ്ടിട്ടില്ല. അതെ പ്രിയ, ലിഫ്റ്റിൽ കയറുമ്പോ നോക്ക്. എനിക്ക് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ എല്ലായിടത്തും ഇങ്ങനെയാണ്. ഇത് ഭയങ്കര വലിയ മിറർ കണ്ട എല്ലാവർക്കും നമ്മുടെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും വലിയ മിറർ. പക്ഷെ I love this കേട്ടോ. I think it's a new property. How old is this property? Just 6 years. Yeah, see. I like the smell. Come. It smells so good. 5001. Yeah. The room is absolutely stunning. This is Hyatt Regency, not Grand Hyatt. Still, the room is one of the best rooms I have ever been. I went and saw the room. Now it's time for Priya's room too. She is absolutely shocked. Shocked with shocked. And I'm very happy. I'm very good in delivering surprises. Guys, welcome to Hyatt Regency Ludhiana. ഞാൻ ഇപ്പോ ലുധിയാന എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ഗ്രാമാന്ന് വിചാരിച്ചു. പക്ഷെ ഹയാത്ത് കണ്ടപ്പോ ഐ ആം ലൈക്ക് ഷോക്ഡ്. ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം, അതായിരിക്കും പറ്റും. ഇതാണ് ഞങ്ങളുടെ ലുധിയാനയിലെ ഹയാത്തിലെ റൂം. ആദ്യം തന്നെ ഒരു മിറർ നോക്കി. So huge, it's like Hyatt. Yeah, 4 പേർക്ക് ഇതിനകത്ത് നിന്ന് they can see their faces. It's that huge. Everything is huge. ഹയാത്തിന്റെ എല്ലാം ഭയങ്കര വലുതാ. റൂം ആണെങ്കിലും മിറർ ആണെങ്കിലും കട്ടിലാണെങ്കിലും കാണിച്ചു തരാം. ആദ്യം തന്നെ ഇത് കണ്ട, look at the tiles. This is going to be the theme everywhere. ഇത് നോക്കി. ആദ്യം ഞാൻ വന്ന് കണ്ടപ്പോ ഇതാ ഞാൻ കണ്ടേ, താജ്മഹൽ. എനിക്ക് പോവാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. അതെ. അപ്പൊ വെൽക്കം ടു അയ്യോ മറന്നുപോയി, എല്ലാം ബ്ലാങ്ക് ആണ്. വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. ഇരിക്കും. I love the paneling also. Nice, no? It's very nice. Look at this space. Look at this. I am so shocked. Ludhiana Hyattile room. Just see the bed. This is the premium suite room. So this is the highest category room. Okay. Just see the bed. The whole family can. I think this is the biggest bed we are going to sleep in. I know. We have never slept in such a huge bed. നല്ല comfy bed ആണ്. It's just like നമുക്ക് roll ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാം. Okay, and obviously ബാക്കി all amenities are there, which and all is common. പക്ഷേ ഇതൊന്നും അല്ല. I'll show you the highlight, which I was totally shocked. Mini bar is there, work desk is there, high speed internet, all that is there. Vedu ഉണ്ട് there, Vedu. Wow, chocolates. Welcome. This is, what is this? Let me taste. That's some Punjabi savory stuff. And ഇവിടുന്ന് തൊട്ട് ഇതാ mall. Just next to the mall. See the view. That's the mall. Priya, this is so easy, no? What a place to stay. I know. Vedu. ഇവിടെ നമുക്ക് മോളിൽ ഓടി കളിക്കാൻ വേദു. കാലെടുത്ത് അപ്പുറത്ത് വച്ചാ മോളായി. നമ്മുടെ അടുത്ത് ചാടണ്ട കേട്ടാ. ഇവിടെ നോക്കി, ഇവിടുത്തെ ടിവി ഉണ്ട്. അതെ, ഇത് ഇവിടെ ഹൈവേ ഒക്കെ പണി നടക്കുന്നത്. റോഡ്സ് ഓഫ് പഞ്ചാബ് ഇസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. കേരളത്തിന് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഇത്രയും നല്ല റോഡ്സ് അല്ലെ. നമ്മൾ എന്ത് പെട്ടെന്ന് എത്തിയേ, വന്ന ഒട്ടും ടയേർഡ് അല്ല. സ്ട്രെയിറ്റ് റോഡ്. See, look at our face. We drove for around 4 hours. We are so fresh. That അത്രയും നല്ല റോഡ്സ് ആണ്. ഇനി
Welcome to my bathroom. Come. Just look at this Just place. look at this. This is like a bedroom. It is so huge. Look. ഞാൻ ഓരോ ഭാഗത്തും കാണുമ്പോഴും ഷോക്ക്. Because ഇത്രയും വലിയ ഹയാത്ത് റൂമിൽ നമ്മള് കൊച്ചിയിലല്ലാതെ വേറെ It's so huge. ഇവിടെ ഷൂസ് വരെ നോക്കാൻ മുറുണ്ട്. എന്താ ഇവിടത്തെ വ്യൂ നോക്കേ. ഇവിടെ ഒരു ചെയർ ഉണ്ട്. ഇരുന്ന വ്യൂ കാണാൻ. Just see, it's all finished in this marble tile of finish. Marble ആണ് ഇതിന്റെ main Yeah, attraction. so beautiful. It looks like a palace. Yeah, it This does. room is like a palace. Adallade, see, there's 3 areas. Oh my god. You didn't see this, no? Look at this bed. Tub, and with the tub, you can have a view also. Oh my. You can lift this also. See, Priya, now this is tub with the view. Alle? Oh, nightly വേണം അവിടെ കുളിക്കാൻ. കുളിക്കാൻ. Full of lights and your beautiful Ludhiana. വേദു. വേദു ടബിൽ ഇറങ്ങുക വേദു. And ഇവരുടെ പ്രിയ even there this one no all these body wash and shampoos and conditioner extremely high quality ആണ്. Come. It's custom made for this Hayatra, you can see. Wow. Pharmacopoeia. It's a good company. So huge, no? എനിക്ക് ഇപ്പോഴും ആ ഷോക്ക് വിട്ട് മാറിയിട്ടില്ല. വേദു come. Yeah. Come. ഇവിടെ ഷവറും ഉണ്ട് കേട്ടോ. ടബ് മാത്രമല്ല ഷവർ ഓൾസോ. And then again this is the toilet. Oh my god, That's ഇത് also- ബെഡ്റൂമിന്റെ സൈസ് ഉണ്ട്. That's also full marble finish ആണ്. Yeah. അവിടെ നല്ലൊരു പെയിന്റിംഗ് ഒക്കെ വെച്ച് ഹ്യൂജ് ടോയ്ലറ്റ് ഇനിയും ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഓവർ. And there's a walking closet, huge walk-in closet. huge. See? Perfect for our luggage. I know, luggage correct ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്ത് വേണം ഇനി അല്ലേ? ഇനി next thing I'm going to go eat those sweets, okay? ഇവിടെ വേറൊരു ഡോർ ഉണ്ട്. From here you can go exact outside. Come, Vedun's toys. This is stunningly beautiful, no? And who's amazing? I have to thank Dillu. Dillu ആണ് ആക്ച്വലി ഇത് ഫുൾ കോർഡിനേറ്റ് ചെയ്ത് ഇതൊക്കെ പ്ലാൻ ഞാൻ ദില്ലു എന്ന് പറഞ്ഞത് വിശ്വസിക്കില്ല. അതൊരു കാര്യം. ഞാൻ ശരിക്കും കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്തിട്ട് ഇവിടെ അതുകൊണ്ടല്ലേ ഇങ്ങനെ സർപ്രൈസസ് വർക്ക്ഔട്ട് ആവുന്നത്. It is good. Okay. I am surprised. And now you enjoy the room. ഇത്രയും വലിയൊരു സർപ്രൈസ് വേണമായിരുന്നു. ഇത്രയും വലുതല്ലേ? Oh my god, see the room is so huge. അപ്പോൾ you enjoy it and I'm going to enjoy the sweets, okay? പ്രിയ, എന്നാലും ദില്ലു സർപ്രൈസസ് ഇപ്പോഴും അടിപൊളി തന്നെയല്ലേ? 10 വർഷം കഴിഞ്ഞിട്ട്. അതെ. അതുകൊണ്ട് ഇനി എനിക്ക് ദില്ലു എന്ത് പറഞ്ഞാലും ഞാൻ അതൊക്കെ ഞാൻ ശരിയാക്കി തരും. വിശ്വസിപ്പിക്കും, സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ വേറൊരു കാര്യം എനിക്കിപ്പോ മനസ്സിലായി. ചെറിയ ഹോട്ടലാ പ്രിയ പറയുമ്പോ എനിക്ക് ഡൗട്ട്. ഇനി തൊട്ടേ 2-3 ചെറിയ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഒരു വലിയ ഹോട്ടലിൽ. അത് വേണ്ട. അതെ, ഫസ്റ്റ് ഫ്ലോർ നമ്മളെ ഒന്നും കഴിച്ചിട്ടുള്ള സമയം 4 മണിയായി. 4:36 ആയി. അപ്പോ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കിയുള്ള ഔട്ടിംഗ് ഒക്കെ ചെയ്യാം. ഫസ്റ്റ് തിങ് നമുക്ക് പിന്നെ മെമ്പർഷിപ്പ് ഉള്ള കാരണം 30% ഓഫ് ഉണ്ട്. സോ ഇഫ് യു ഹാവ് ഹയാത്ത് ഡൈനിങ് ക്ലബ് മെമ്പർഷിപ്പ് 30% ഓഫ് ഓൺ ഓൾ റെസ്റ്റോറന്റ് ഓൾ അറൌണ്ട് ഇന്ത്യ ഫോർ ഹയാത്ത്. പ്രിയ സോഫ ഒക്കെ ഉണ്ട്, അപ്പൊ വേദന സുഖമായിട്ട് ഇരിക്കാം കേട്ടാ. നൈസ് പ്ലേസ്, നോ? I love the lampshades also. Nice restaurant. Look at the lampshade. Yeah, blue color, lovely. It's total contactless dining experience ആണ് ഇവിടെ. They hand you over the QR code. ഇതിലാണ് menu. You scan this, you get the menu. Separate for food, separate for drinks. So it's totally safe also during Corona. And I loved their open kitchen. സാൻഡ്വിച്ച് കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുക്കുന്നു പറഞ്ഞാൽ. അപ്പോൾ അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ നല്ല ബേക്ക്ഡ് ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രഷ്ലി ബേക്ഡ് ഇൻ ഹൗസ് ബേക്ഡ് ബ്രെഡ്. ഐ ലവ് ബ്രെഡ്സ്. ഐ ലവ് ദ സ്മെൽ ഓഫ് ബ്രെഡ്. ദിസ് ഹാസ് സം പംകിൻ സീഡ്സ്, ഐ തിങ്ക് സോ. പംകിൻ സീഡ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് സം ക്ലാസിക് സം ഹെർബ്ഡ് ബട്ടർ പോലത്തെ സാധനമാണ്. ദിസ് ടേസ്റ്റ് അമേസിങ്, സോ ഫ്രഷ്. ഞാനും പ്രിയ ഫൈറ്റിംഗ് ആണ്. 3 ബ്രെഡായിട്ട് അവർ വെക്കരുത് അല്ലേ? ഒന്നില്ലെങ്കിൽ 4 അല്ലെങ്കിൽ 2. either you should keep 2 or 4 because when they keep 3 എന്താ അടിയാവും. ഭാഗ്യം പ്രിയ, ഒരു സാൻഡ്വിച്ച് നമ്മൾ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ ഇത് നോക്ക്, ദിസ് ഇസ് 1 സാൻഡ്വിച്ച്, the portion size is huge, plus you're so lucky there is bacon, our favorite bacon.
ഐ മീൻ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് പോർക്ക് മീറ്റ്. ഓക്കെ, ഐ തിങ്ക് സോ. നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ എല്ലായിടത്തും പോർക്ക് മീറ്റ് കിട്ടാൻ പാടായിരുന്നു. പക്ഷേ ഇങ്ങനെ സ്റ്റാർ ഹോട്ടൽസിൽ പോകുമ്പോൾ യു ഗെറ്റ് ഗുഡ് പോർക്ക് മീറ്റ് ആൻഡ് വീറ്റ് ബ്രെഡ് ആണ്. സോ ഇറ്റ്സ് ഹെൽത്തിയർ ഓൾസോ. ദിസ് ഇസ് ഗോയിങ് ടു ബി വൺ ഹെൽ ഓഫ് എ മീൽ, എസ്പെഷ്യലി വെൻ വി ആർ സോ ഹംഗ്രി. നമ്മൾ വിശന്നിരിക്കുമ്പോൾ ഇങ്ങനത്തെ നല്ല ഫുഡ് കണ്ടു കഴിഞ്ഞാൽ സന്തോഷം. അതിൻ്റെ പോക്കും ഉണ്ട്. ഇവിടെ മോണ്ടോ ബ്രേക്കിൻ്റെ ഒരു ചിരി ഞാൻ പോർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങളും എല്ലാം ചോദിക്കും. പ്രിയ, ഹൗ അമേസിംഗ് ഇസ് ദ കുക്കി അല്ല. ഇറ്റ് ഈസ് നോട്ട് ക്രിസ്പ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ക്രിസ്പ് കുക്കി, പക്ഷേ ഇറ്റ് ഈസ് സോ chewy filled with dark chocolate. This is so tasty. അതെ, വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. പ്രിയയ്ക്ക് ഞാൻ കോഫി വേണോ, ഹയാത്തി വന്നിട്ട് കോഫി വേണോ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ? കോഫി വേണ്ടാന്ന്. പ്രിയയുടെ ആ കോഫി കുടിക്കുന്ന സ്വഭാവം ഓൾമോസ്റ്റ് മാറി ഇപ്പം ഹോട്ട് ചോക്ലേറ്റ് ആയിട്ടുണ്ട്. നാട്ടിൽ പോകുമ്പോൾ വീണ്ടും ആവുമായിരിക്കും, പക്ഷെ എന്നാലും അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്. കാരണം എത്ര വർഷത്തെ കോഫി അഡിക്റ്റ് ആയിരുന്നു അല്ലേ? അതിപ്പോൾ ഹോട്ട് ചോക്ലേറ്റായി മാറുന്നുണ്ട്. ഇതാണ് പ്രിയ ബെറ്റർ. ആദ്യമായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ മോളിലേക്ക് പോകുന്നു അല്ലേ? എവിടെയും കിട്ടിയിട്ടില്ല. മാത്രമല്ല എല്ലാ ഹോട്ടലും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ത് സൗകര്യം. ഓ, നമ്മൾ പിന്നെ അക്കൗണ്ടിലൊന്നും 10 പൈസ കാണില്ല. എത്ര നടക്കണമല്ലേ പ്രിയ? ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഹയാത്ത് ഇത്രയും നടന്നാലേ മോളെത്തുള്ളൂ. എന്താ അല്ലേ? ആ, ഈ വേദു നോക്ക്, എന്നെ എടുക്കാൻ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാ കിടക്കുന്നത്. ഫ്ലൈ വന്നു വേദു സൂപ്പർമാനെ പോലെ. ആ, ഷാർക്കുണ്ട്. പിടിച്ചോ വേദുവിനെ? ഷാർക്ക് കുളിക്കുവന്ന്. പ്രിയ, വെൽക്കം ടു വേവ് മോൾ. നല്ല പേരല്ലേ വേവ് മോൾ. വേവ്സ് പോലെ തന്നെയുണ്ട് ഡിസൈൻ. കണ്ട അല്ലേ? ഓ, മോള് ഹയാത്ത് എന്ത് വേണം? മോളിന്റെ അടുത്ത് ഹയാത്ത്. പക്ഷേ ഒരുപാടുണ്ട് പ്രിയ. ഇവിടെ ഒരുപാട് മോൾസ് ഉണ്ട് പ്രിയ. അല്ല, ഒരുപാട് മോൾസ് ഉണ്ട്. ആ, വേദു കണ്ടു കേട്ടാ. ഉയ്യോ, പോയി, എല്ലാം പോയി, ഫുൾ പോയി. അപ്പം നമുക്ക് നടക്കാം, ഒന്ന് കറങ്ങി നടക്കാം. എന്തൊക്കെ കടകളുണ്ടെന്ന് നോക്കാം. പ്രിയ, സൂഡിയോയിൽ കയറിയാലോ? സൂഡിയോയില് കുറേ നല്ല ഡ്രസ്സുകൾ കിട്ടും എന്ന് തോന്നുന്നു. നാട്ടിലത്തെ കാട്ടി ഭയങ്കര വലുതാണ്. വലിയ എക്സ്പെൻസീവ് അല്ല കേട്ടോ സൂഡിയോ അല്ലേ? നമുക്ക് കയറി നോക്കാം. എന്തായി ആന? മറ്റേ കരിമീൻ തോട്ടത്തിൽ കയറുമല്ലോ. ഇഷ്ടം മാതിരി ഉണ്ട്. ഞാൻ ഡ്രസ്സ് എടുത്തു, പക്ഷെ എനിക്ക് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ ഹെൽപ്പറിനെ ഉണ്ട് കൂടെ. ഞാൻ 2-3 ടീഷർട്ട് എടുക്കാം. വേദുവിന് അതെല്ലാം എൻ്റെ അടുത്തേക്ക് ഇട്ടിട്ട് വേദുവിന് തന്നെ ക്യാരി ചെയ്യണം. എന്താ ഇത്ര സന്തോഷം ഷോപ്പിങ്ങിൽ? ഇത്ര വർഷമായി ചെയ്യുന്നു പ്രിയ, ഒരേ കാര്യമല്ലേ? എനിക്കും അത് തന്നെ കേട്ടാ. അതെ അതെ, എല്ലാം ഷോപ്പിംഗ് റിലേറ്റഡ് ആണല്ലോ. വ്ളോഗിങ്ങിലും അഡ്വാൻറ്റേജ് ആണല്ലോ. നമ്മൾ വ്ളോഗിങ്ങിന് കാണുന്നവരെ രസിപ്പിക്കും അല്ലേ? വ്ളോഗ് ചെയ്യുമ്പോൾ കാണുന്നവരെ രസിപ്പിക്കാനാണല്ലോ നമ്മൾ ഷോപ്പ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയൊന്നും അല്ല, വലിയ താല്പര്യമൊന്നും ഇല്ല അങ്ങനെ. ഓ പ്രിയ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ആ, എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം. ആ, എനിക്ക് മറ്റേ പോർക്ക് കഴിക്കുന്ന ഫീലിംഗ് അല്ലേ? എനിക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പോർക്കും ബീഫും കിട്ടുന്ന സന്തോഷമാണ് എനിക്ക് നോട്ട് ഫോർ യു, ഓൾ ലേഡീസ്. അതിന് അതിലൊക്കെ സന്തോഷിക്കണം കേട്ടോ. അങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ സന്തോഷിക്കുന്നതൊക്കെയാണ് ജീവിതം അല്ലേ? ഓക്കെ, ലാസ്റ്റ് നമുക്ക് എല്ലാം എടുക്കണ്ട. ലാസ്റ്റ് ഒരു ഹോൾ വീഡിയോ റൂമിൽ പോയി ചെയ്യാം, അതാ നല്ലത്. കാരണം ഞാനും കുറേ എടുത്തു വേദുവിനൊക്കെ. പ്രിയ, നല്ല ഷോപ്പിംഗ്. ആ ബില്ലൊന്നും എടുത്ത്. ഡ്രസ്സില്ല എന്ന് ഇനി പറയില്ലല്ലോ. 18 ഐറ്റംസ് ഉണ്ട്. വേദു കീറല്ലേ? അപ്പൊ നമുക്കേ ഇവിടെ വെച്ച് ഹോളൊന്നും കാണിക്കാൻ പറ്റില്ല, അവിടെ പോയിട്ട് കാണിക്കാം. ആ, ബാ. ആ, വേദുവിന് കുറെ വാങ്ങിയില്ലേ? അമ്മയ്ക്ക് വാങ്ങി. എന്താ, റൂമിൽ പോയി കാണിക്കാം, ഇവിടെ സമയമില്ല വെറുതെ. ബാ. ആദ്യമായിട്ട് നമ്മള് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി മോളിലേക്ക് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോളിലേക്ക് നടക്കുന്നു. അതെ, പ്രിയയ്ക്ക് അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞേ. അപ്പോൾ പ്രിയ ഇനി അവിടെ ഫുഡ് കോർട്ടിലൊന്നും പോകണ്ട, നമുക്ക് അടുത്ത മോളിലേക്ക് പോകാം. പ്രിയയ്ക്ക് അവിടെ എന്തോ ഉണ്ടെന്ന്, എന്തോ ഗൂഗിളൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് മോളിലേക്കുള്ള നടത്തുവാണ് അല്ലേ? പ്രിയ, വെൽക്കം ടു അവർ സെക്കൻഡ് മോൾ അല്ലേ? സെക്കൻഡ് മോൾ വിത്തിൻ വാക്കിംഗ് ഡിസ്റ്റൻസ്.
MBD മോൾ. ഇന്ന മുകളിൽ തന്നെ റാഡിസൺ ഹോട്ടല്. പക്ഷെ വെളിയിലൊക്കെ സ്റ്റാൾസ് ഉണ്ട് പ്രിയ. ബാങ്കോക്ക് ഫീലിംഗ് ഇല്ലേ? വെളിയിലൊക്കെ സ്റ്റാൾസ് ഉണ്ടെന്ന്. ആ ബൊബോ. ആ പ്രിയ പോയിട്ടുണ്ട്. കയറുന്നതിന് മുമ്പേ ഷോപ്പിംഗ് തുടങ്ങി. ഒന്നും വാങ്ങില്ല കേട്ടോ, വെറുതെ അല്ലേ? ഒന്നും അല്ല, ഒന്നിനും ആ വാ പോവാ, വാ വാ പോവാ, വാ പോവാ, വാ പോവാ, വാ പോവാ. അയ്യോ പ്രിയ, അത് നോക്ക്, വല്ല കാര്യമുണ്ട്. അകത്തേക്ക് പോയാൽ മതിയായിരുന്നു. ഇതേ ഓടുന്നു. ആ അത് പിടിക്കും കേട്ടോ. പപ്പായുടെ ആണ്, പപ്പായുടെ ആണ്, പപ്പായുടെ ആണ്. വേണ്ട വേണ്ട വേണ്ട, മോനുണ്ടല്ലോ അത്. ആ വേണ്ട, ചേട്ടൻ വഴക്കുറയും. ഇവിടെ ടോയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അവനുണ്ട് വെറുതെ. അതിപ്പോ കളിച്ചിട്ട് അവൻ അവിടെ വെച്ചിട്ട് വരും. ഇതിപ്പോ 2 എണ്ണം ഉണ്ട്. ഏതെങ്കിലും എടുക്കുന്നുണ്ടോ? ഇവരെ വില കുറച്ച് തരില്ല ഇങ്ങനെ മോളിന്റെ ഫ്രണ്ടിലൊക്കെ. അതാ പ്രശ്നം. എനിക്കറിയില്ല, അത് കാണുന്ന ഒരു കമന്റ് ചെയ്യും. ഇത് ട്രഡീഷണൽ, ഇത് മോഡേൺ. ഇത് ട്രഡീഷണൽ, ഇത് മോഡേൺ. അടുത്ത ആള് ഓഫൻ ചെയ്യില്ലേ? ആ ചേട്ടന് കൊടുത്തേ, കൊണ്ടുപോയി കൊടുക്ക്. പ്രിയ എന്താ ഇത്? എത്ര മോളാന്ന് നോക്ക്. നല്ല മോള് കേട്ടാ. അടുപ്പിച്ച് ഇത്ര അടുത്ത് എന്തിനാ 2 മോള്? പ്രിയനെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയാ. ഇത് കുറച്ചും കൂടെ പ്രീമിയമാ പ്രിയ. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ മോളെ പവലിയൻ മോളാ. അത് കുറച്ച് ദൂരെയാ. ഇവിടെ പക്ഷെ മറ്റേ വെറമോഡയും മറ്റേ സൂപ്പർ ഡ്രൈ, കാൽവിൻ ക്ലീൻ, ടോമി ഹിൽഫിഗർ കുറച്ചുകൂടെ കൂടിയ സാധനങ്ങളാണ്. ദേ കയറിപ്പോന്നു അടുത്ത സ്ഥലത്തേക്ക്. പിന്നെ ഇതേ ഇവിടെ നല്ല കഫേ ഒക്കെ ഉണ്ട് ഇരിക്കാൻ. എൻ്റെ ചോക്ലേറ്റ് ബോക്സ് അതൊന്ന് പോയി നോക്കണം എന്താന്ന്. സ്കാനറാണ് വേദു, സ്കാനർ. നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നടക്കും. അത് എന്താ കണ്ടേന്നറിയോ? ഹൾക്കിന്റെ കൈ, അയൺമാന്റെ തല, ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ്, തോറിന്റെ ഹാമർ. കണ്ട എന്താ വേദു ഇത്? ദേ കണ്ട സമ്മതിക്കണം അവന് കേട്ടാ. അടുത്ത മോള്, അടുത്ത കട, അടുത്ത ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കമ്മലല്ലേ? കമ്മല് വാങ്ങാതെ എന്തായാലും പോവില്ലല്ലോ അല്ലേ? ഉറപ്പല്ലേ? അതാണ്. അത് വേണം, എന്തായാലും വേണം. ചെരുപ്പ് വേണം. അത് കഴിഞ്ഞിട്ടാ വേദം അവിടെ ഓടി നടക്കുന്നുണ്ട്. എനിക്ക് ആ വെളിയിലത്തെ ക്വാളിറ്റിനെ കാട്ടി ബെറ്റർ ഒക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് വാങ്ങണം. 100 രൂപയുടെ 50 രൂപയുടെ വ്യത്യാസമുള്ളൂ. അല്ലാതെ ഞാൻ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ചീപ്പും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എക്സ്പെൻസീവ് വന്നു. പക്ഷെ അത് തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ കടയിൽ നല്ല ഡീൽസ് കിട്ടും, നല്ല ക്വാളിറ്റിയും കിട്ടും, നല്ല സൗകര്യത്തിൽ ഷോപ്പും ചെയ്യാം. അതെ, പെണ്ണുങ്ങളുടെ ബാഗൊക്കെ എടുത്തോണ്ട് വരുന്നു. ഇത് അത് ഗേൾസിന്റെ സെക്ഷനിലെ ബാഗല്ലേ? മോൻ എന്തിനത്? മോനപ്പ ഷാഷ ബാഗ് വാങ്ങിത്തരാം. കിട്ടിയല്ല? എത്ര എണ്ണമാന്ന് പറയണ്ട, റൂമിൽ പോയി പറയാം. പ്രിയ, ഞാൻ ഡ്രിങ്ക് കാണിച്ചിട്ടില്ല. നമ്മൾ ഇത്ര ഷോപ്പ് ചെയ്ത് ഇത്ര നടന്നുകൊണ്ട് ഡ്രിങ്കിന്റെ സൈസ് ഇങ്ങനെ കാണിക്കണം. ഒരു 750 ml കാണും. ഞങ്ങൾ ഒറ്റ കുടിയിൽ എനിക്ക് തീർക്കാം. എന്റെ ഫ്രൂട്ട് ബിയർ, പ്രിയയുടെ ഐസ് ടീ, ഇതും കൂടെ കഴിച്ചിട്ട് റൂമിൽ പോയി ജക്കൂസിയും ടബും. ഹോള് കാണിക്കണേ. ഹോൾ വീഡിയോ ഉണ്ട് കേട്ടാ. എല്ലാവർക്കും ഇന്ന് ഹോൾ വീഡിയോ ഉണ്ട്. കാരണം അത്രയധികം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കണ്ണടഞ്ഞു പോയി. നല്ല പീച്ച് ലെമൺ ഐസ് ടീ, കോൾഡ് ഐസ് ടീ ഇൻ ഹോട്ട് വെതർ. ഐസ് ടീം കുടിക്കാത്ത കുറേ പേരുണ്ട് കേട്ടോ പ്രിയ. ഞാൻ വെറുതെ ഐസ് ടീ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് എന്താ ഐസ് ടീ എന്ന് പോലും അറിയില്ല. ഐസ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ഇട്ട ടീ, ചായ. പക്ഷെ അതിൽ ഇതായിരിക്കും കട്ടൻ ചായയിൽ ഐസ് ഇട്ട് എങ്ങനെ ഇരിക്കും അതുപോലെ. അത് ലെമൺ ഉണ്ട്, നാരങ്ങയുടെ ഉണ്ട്, പീച്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, കുറേ ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഐസ് ടീ കുടിക്കാത്തവർക്ക് ഐസ് ടീ വാങ്ങി കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയൊന്നുമില്ല. അത് കൊറിയയിലും മറ്റേ ബാങ്കോക്കിലൊക്കെ പകുതി ഇത്രയും ഗ്ലാസ്സിൽ ഐസ് ആയിരിക്കും. അപ്പം എങ്ങനെയാ കുടിച്ചു തീർക്കും എന്ന് ചോദിച്ച ആള് ഓൾമോസ്റ്റ് തീർത്തു. പിന്നെ 4 മണിക്കൂറൊക്കെ ഷോപ്പ് ചെയ്യുമ്പോൾ എന്തായാലും തീർക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് പിന്നെ എല്ലാവരും എന്നോട് എന്താ വേദന ഇങ്ങനെ നോക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം എന്നോട് ചോദിക്കുന്നത്. പ്രിയയുടെ കൂടെ ഷോപ്പിംഗ് നടന്ന് എനിക്ക് ഭയങ്കര പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ഇല്ലാന്ന് പറയില്ല പ്രിയ, ഒരിക്കലും പറയില്ല. ആ പേഷ്യൻസ് എനിക്കും വേദൂനും ഉണ്ട്. അപ്പൊ പേഷ്യൻസ് ഉണ്ട്. ഞാനും വേദവും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിത് വേദവും ഷോപ്പിംഗിൽ ഇങ്ങനെ സാധനങ്ങൾ നോക്കും. അമ്മയ്ക്ക് ഓരോന്ന് എടുത്തോണ്ട് പോയി കൊടുക്കും. ഇപ്പൊ അവിടെ ഓടി നടക്കുന്നുണ്ട്.
അപ്പൊ 4 hours ഓഫ് ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിൽ പോയി റിലാക്സ് ചെയ്യാം. ഓക്കെ പ്രിയ, ആഫ്റ്റർ ഷോപ്പിംഗ്, ആഫ്റ്റർ ടയറിംഗ് ഡേ, ഹൗ ഡു യു ഫീൽ കമ്മിങ് ബാക്ക് ഹിയർ? I feel so happy and relaxed. ഇതാ ടബിൽ ഇറങ്ങണ്ടേ? I feel so comfortable. I just want to lay down. I'm going to have bath the tub. Huh? അതെ, റെസ്റ്റോറന്റ് will close at 9. So നമുക്ക് in room dining try ചെയ്യാം. Yeah. Okay? We'll go to the restaurant. No? It'll close now. Corona കാരണം it's closing by 9. We can have, this is 24 hours, so we'll have late dinner. We'll chill in the room for some time. Yeah. ഗൈസ്, അപ്പോൾ നമ്മൾ ലുധിയാനെ വെച്ച് നമ്മളൊരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറന്നുപോയി. അപ്പോൾ ഞങ്ങളിപ്പം ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ട്രാവലിൽ ഇവിടെ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡ്രസ്സ് കിട്ടുപോയി, പക്ഷെ എന്നാലും കാണിച്ചേക്കാം. നമ്മൾ പറഞ്ഞതല്ലേ OHF കണ്ട, അത് കാണിച്ചു കൊടുക്കും പ്രിയ. എന്തൊരു സർപ്രൈസ് ആയിരുന്നു. ഈ സർപ്രൈസ് ഒക്കെ നിങ്ങൾ വഴിയെ കാണും കേട്ടാ. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, നമ്മൾ ഈ സ്പെഷ്യലായിട്ട് ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ ആൾക്കാർ കുറച്ചും കൂടെ അവർക്കും ഒരു പ്ലീസിങ് ആയിരിക്കും. ഇപ്പം നമ്മളിവിടെ വന്ന് മലയാളത്തിൽ വ്ളോഗ് ചെയ്ത ഹോട്ടലുകാർക്ക് നമുക്ക് നമ്മളെ ഒരു വില കാണില്ല. കാരണം അവർക്ക് അങ്ങനത്തെ ആൾക്കാരല്ല വേണ്ട, അവർക്ക് ഹോൾ വേൾഡിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഹോൾ വേൾഡിനെ അവരുടെ പ്രോപ്പർട്ടി ഷോക്കേസ് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദേ ഓൾസോ നമ്മൾ ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ സർപ്രൈസസും നമുക്ക് ഒരുപാട് പെർമിഷൻസും അങ്ങനെ എല്ലാം തരും. അല്ലെങ്കിൽ കോമൺ ഏരിയയിലൊന്നും ശരിക്കും ഹോട്ടൽസ് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ചെയ്യുന്നതുകൊണ്ട് അവർക്കും ഗുണകരമായതുകൊണ്ട് അവർ അലൗ ചെയ്യുന്നത്. കാരണം ഇത് കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് സാങ്ഷൻ കിട്ടണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് വെറുതെ ക്യാമറ പോയി വെറുതെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പ്രൈവസി പോളിസീസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യുന്നത് കേട്ടോ. വീണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലാരിഫൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ മെയിൻ കാര്യം ഹാളിലേക്ക് പോട്ടെ പ്രിയ. തുടങ്ങട്ടെ അങ്ങോട്ട്? മേതുവിനെ വേഗം തുടങ്ങ്, ചെറുതല്ല എല്ലാം. എന്റെ നാളെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, എല്ലാം ഇട്ട് മുഷിഞ്ഞു. ഐ എം എ ലിമിറ്റഡ് എഡീഷൻ, അത് കറക്റ്റ് ആണ്. ഒരു 7-8 എടുത്ത് 2 മുഷിഞ്ഞു, അത് മാറ്റിയിട്ടിരിക്കുക. ഇതെന്താ? മാജിക്കൽ ചൈൽഡ്ഹുഡ്. ശരിക്കും മേതുവിന്റെ ചൈൽഡ്ഹുഡ് വിൽ ബി മാജിക്കൽ. ആൻഡ് അടുത്തതെന്താ? ഇട്ടു. ഇത് നല്ലതാ, ജസ്റ്റ് ഒരു ലയൺ പ്രിന്റ് ഒക്കെ. ആനിമൽ പ്രിന്റ്സ് ഭയങ്കര ക്യൂട്ടാണല്ലോ. നല്ലതാ അത്. ഇതൊരു ചിൽഡ് ഔട്ട്. ഇത് നമ്മളെ ഒരു ബീച്ച് വൈബ് ഒക്കെ ഉള്ള ഒരു ടീഷർട്ടാണ്. പോവാണെങ്കിൽ എനിക്ക് ചൂടത്തൊങ്ങി പോണമെന്നേ ഇല്ല ഇവിടെ. ഹാപ്പി ഓൾവേസ്. അത് ഒരു പരിധി വരെ വേദൊന്ന് ശരിയാണ്. മോർ ദാൻ എ സൂപ്പർ സ്റ്റാർ. അതെ, വേദു മോർ ദാൻ എ സൂപ്പർ സ്റ്റാർ. എല്ലാം വേദുവിന് കറക്റ്റ് ആയിട്ട് ചേരുന്ന വാക്കുകളാണ്, എല്ലാ പിള്ളേർക്കും ചേരുന്ന വാക്കുകളാണ്. അത് വേദുവിന് ഭയങ്കര ഇഷ്ടം. അത് ചിലപ്പോ എല്ലാ പിള്ളേർക്കും ഇഷ്ടമല്ല. പക്ഷെ വേദുവിന്റെ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? എവിടെയാണെങ്കിലും നമ്മള് ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യും. സത്യം, അങ്ങനെ തിങ്ക് ചെയ്താൽ മതി കേട്ടോ. ഫ്യൂച്ചർ എപ്പോഴും ഓസം ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, അതാണ് വേദുവിന്റെ കുറയണം. ഇനി പ്രിയയുടെ. ഓക്കെ, ഒന്നും ഇല്ല കേട്ടോ പ്രിയക്ക്. കമ്മലൊന്നും ഇല്ലാത്തോണ്ട് വാങ്ങിയാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. അല്ല, കമ്മലൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വിന്റർ വെയറിന്റെ കൂടെ കമ്മല് കൊണ്ടുവരുമോ? അത് വേറെ, അതൊന്നും കൊണ്ടുവന്നില്ല. എന്റെ അബദ്ധമായി പോയി. നമ്മൾ ഇതൊന്നും പ്ലാൻ ചെയ്തില്ലല്ലോ ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഇതെല്ലാം ഇട്ടാ മതി, അത്രേ ഉള്ളൂ. ഇനി ഡ്രസ്സുകള് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇട്ട് കാണിച്ചു തന്നില്ല. ഓക്കെ, ഇതൊരു ലോങ് ഡ്രസ്. പിന്നെ ഓക്കെ, അതൊരു എന്താ ഒരു ഫ്രില്ലി പഫി സാധനം. ഓക്കെ, ബ്ലാക്ക്, ഹോളിവുഡ് സ്റ്റൈൽ. പിന്നെ അതും വാങ്ങിയതാണ്. ഇത് കാണിച്ചിട്ട് പോ. എന്തൊരു ഇൻട്രസ്റ്റ് ഡ്രസ് കാണിക്കാൻ. നല്ലതല്ലേ? ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടും. ഈവൻ ഐ ഓൾസോ ലൈക്ക് വേറെ ആരെങ്കിലും എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കാണാനായിട്ട്. എന്നിട്ട് അതുപോലെ പോയി വാങ്ങാൻ. ഓക്കെ, ഇത് ഇനി എന്താ? ഇത് ലോങ് ഷ്രഗ്. പിന്നെ ഒരു ഡ്രസ് ആയിട്ട് കൂടാ. ഓക്കെ, ഇത് ഞാൻ ദില്ലു കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഞാൻ വാങ്ങി. ഇതെപ്പോ വാങ്ങി? ദില്ലു വേറെ കടയിൽ പോയപ്പോ ഞാൻ ഓടിപ്പോയി. ഓക്കെ ഓക്കെ, ലോങ് ഡ്രസ്. ശരി, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. പിന്നെ ഓക്കെ, ഫൈനലായിട്ട് ഈ ഒരു വൈറ്റ് ഡ്രസ് ഇത് ഇട്ടതാ. പക്ഷെ ഇതൊക്കെ പിന്നെ കാണുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഫുൾ കൺഫ്യൂഷനിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വ്ലോഗ്സ് കാണാൻ സമയം കിട്ടാറില്ല. അപ്പൊ പ്രിയക്ക് അറിയില്ല ഒരു ഐഡിയ. പ്രിയ എഡിറ്റിംഗ് ഒന്നും കാണാറില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ഹോൾ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. ചെറിയ ഷോപ്പിംഗ്
കുഞ്ഞല്ലേ? ചെറുതാ വളരെ ചെറുതാ. അപ്പൊ ഹോൾ വീഡിയോ ഒന്ന് കാണിച്ചാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഓക്കെ, ഇത് ഇൻ റൂം ഡൈനിങ് ആണ്. സോ ഇതെന്താന്ന് അറിയാം, അകത്ത് ഇങ്ങനെ അവര് സേഫ് ആയിട്ട് വെച്ചുകൊണ്ട് വരും, കാരണം വേറെ പൊടി ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ ഒരു 5 സ്റ്റാർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ ഇത് തന്നെയാണ്. ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ഫുഡൊക്കെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷെ ഇത് മിക്കവരും കണ്ടു കാണില്ലല്ലോ ഇതൊക്കെ, അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ എപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ നോക്കുന്നത്. പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഇല്ല. ഇത് ഇവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഇത്രയും വലിയ റൂം ആയതുകൊണ്ട് ഇതൊക്കെ നടക്കും. ഒരുപാട് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഫുഡ് പറയാം. ചില്ലി ചിക്കനാണ്, മട്ടൻ കറി, ചപ്പാത്തി, പപ്പടം. ഇത് ആർക്കായിരിക്കും അറിയാലോ. ഇത് മൂങ് ദാൽ കി ഹൽവ, വേറെ സൂപ്സ് ഉണ്ട്. ചില്ലി ചിക്കൻ 2 പോർഷൻ ഉണ്ട്, അടിപൊളി. അതല്ലാതെ ഐസ്ക്രീം ഉണ്ട് ഇവിടെ. ആൻഡ് സൂപ്പ്, ദിസ് സൂപ്പ്. ഓക്കെ, സൂപ്പ് ഇതാണ്. ഡിഫറെൻ്റ് ആയിട്ടല്ലേ ഇതൊക്കെ സെർവ് ചെയ്യുന്നത്. ഭയങ്കര അടിപൊളി. ഹയാത്ത് ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല, എന്ത് പറയാന്. പ്രിയ, അതെ ഹയാത്തിന്റെ ഡ്രസ്സാണ് അവർ നമുക്ക് തന്നതാണ്. നല്ല കംഫർട്ടബിൾ അല്ലേ? അതെ, ഒരു കിഡിലൻ ഡൈനിങ് എക്സ്പീരിയൻസ് അല്ലേ പ്രിയ? നമ്മൾ അങ്ങനെ റൂമിൽ കഴിക്കാറില്ലല്ലോ. വേറൊരു കാര്യം കണ്ട, ഇതെന്താ? അല്ല, എന്താ ഇതിൻ്റെ അകത്ത്? സൂപ്പർ, ചൂടായിട്ടിരിക്കാൻ. നോക്കിക്കോ. അത് അത്രയും എവറിത്തിങ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, അത്രയും തളച്ചിരിക്കാനായിട്ട്. ദിസ് ഇസ് അൾട്ടിമേറ്റ് ലക്ഷറി. In-room dining with such an excellent plating. This fine dining in the room ആണ്. I loved the soup. I loved the presentation of this mutton rogan gosh. Look at the chili chicken. Plating is impeccable. Brownie looks delicious. Moong dal, papad, salad. Oh, this is self-pampering. എനിക്കൊന്ന് നമുക്ക് അത്യാവശ്യമായിരുന്നു. We needed to get pampered after such a long journey. Today we did that. പക്ഷേ it is a bit tiring because of Priya shopping കേട്ടോ. അതും കൂടെ ഉണ്ട്. And മിക്കവർക്കും അറിയായിരിക്കും, I'm a regular at Hyatt Cochin Dining. I loved the food in Hyatt Kochi. I loved the food in Hyatt Mumbai. The Chinese food, it was heavenly. Dharamshala, the Himachal Thali and the Tibetan food. Hyatt Dharamshala, outstanding. Here, ഇവിടെ ഇപ്പോൾ local food അല്ല. It's not local food I'm trying, but whatever I'm ordering, it is great. This chili chicken tastes so good. It's not spicy. It is not deep fried. It is just stir-fried chili chicken with lot of vegetables. Perfect way to end a tiring day. The meal has been wonderful. The hotel has been wonderful. The malls have been wonderful. The place is wonderful. We loved Ludhiana. We loved Hyatt. And what better way to end the meal? Some homemade brownies with some vanilla ice cream. Oh my God. നാട്ടിൽ പോയിട്ട് ഓരോരോ എക്സസൈസും ഡയറ്റും തുടങ്ങണം. എന്താ പ്രിയ നോക്കുന്നത്? അടുത്ത ട്രിപ്പിനൊക്കെ ഓരോരുത്തരും ഓരോ പ്ലാനൊക്കെ ഇടുന്നുണ്ട്. ഐ ഡോണ്ട് നോ. എന്തായാലും നമ്മൾ ഇനി കുറച്ച് ഹെൽത്ത് ഒക്കെ പിടിച്ചിട്ട് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അടുത്ത ട്രിപ്പിൽ ഫുഡ് കൺട്രോൾഡ് ആയിരിക്കും. ഒന്നും നടക്കില്ല. നമ്മൾ എന്തായാലും ഹെൽത്ത് ഇപ്പം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോലെ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. വീട്ടിലിരിക്കുന്ന അത്രയും കാലം നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കും. ട്രാവൽ ചെയ്യുമ്പോൾ കഴിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതോടെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. നമുക്ക് നാളെ രാവിലെ വീണ്ടും ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് കാണാം. ഓക്കെ, അപ്പോൾ ബൈ. Bye. Good night. Bye. Stay healthy, stay happy. Bye.